إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾ അവരിലൂടെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണം, ഫിത്ന, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നത്. അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിച്ചു കളയും, നമ്മുടെ ദീൻ നശിപ്പിച്ചു കളയും. ഒരുവന്റെ ദീൻ നശിച്ചാലാകട്ടെ അവന്റെ ഈ ലോകവും പരലോകവും അതോടെ നശിച്ചു. ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കണം. പരലോകത്ത് നരകത്തിൽ പെട്ടുപോകരുത്. അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന സിദ്ഖുള്ള സത്യസന്ധതയുള്ള ഏതൊരു മുസ്ലിമും ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അന്വേഷിക്കുന്നവനായിരിക്കും. അതിനുള്ള ഒന്നാമത്തെ മാർഗം, സഹോദര, നീ നിന്റെ റബ്ബിൽ ശരിയായ ഈമാനുള്ളവനാവുക, അവരെ നീ യഥാവിധത്തിൽ സൂക്ഷിക്കുക എന്നത് തന്നെയാണ്. നിനക്കൊരു റബ്ബുണ്ടെന്ന് നീ മനസ്സിലാക്കുക. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, അവനാകട്ടെ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നിന്നെ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവനിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ നമുക്ക് സാധ്യമല്ല. അവനിൽ നിന്ന് രക്ഷപ്പെട്ട്, അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാൻ നമുക്ക് സാധിക്കും? ആരുണ്ട് നമുക്ക് അഭയം തരാൻ? ഏത് കോട്ടയുണ്ട് നമ്മെ സംരക്ഷിക്കാൻ? ഇല്ല, ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അദാബ് തടയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കുകയില്ല. നീ നിന്റെ റബ്ബിനെ അവന്റെ അസ്മായിലൂടെ, സിഫാത്തിലൂടെ മനസ്സിലാക്കുക. അവന്റെ പേരുകളിലൂടെ, അവന്റെ സിഫത്തുകളിലൂടെ നീ അള്ളാഹുവിനെ മനസ്സിലാക്കുക. ഖുർആനിൽ എത്ര ആയത്തുകൾ! അല്ല, ഒരായത്ത് അങ്ങനെ അല്ലാതെ ഉണ്ടോ എന്ന് നിനക്ക് തോന്നുമാറ് ഖുർആനിൽ നിനക്ക് കാണാം. അള്ളാഹു അവന്റെ ഇസ്മുകൾ കൊണ്ട്, അവന്റെ പേരുകൾ കൊണ്ട്, അവന്റെ വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു അവന്റെ ആയത്തുകൾ അവസാനിപ്പിച്ചത്. എത്ര ആയത്തുകളിൽ! ചില ആയത്തുകളിലാകട്ടെ തുടക്കത്തിൽ അവന്റെ സിഫത്ത് അവൻ പറയുന്നു, ചില ആയത്തുകൾ അതിന്റെ അവസാനം പറയുന്നു, ചിലതിൽ മധ്യത്തിൽ പറയുന്നു, ചിലതിൽ അത് ആ തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും പറയുന്നു. قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير. നോക്കൂ, ആയത്തൊരു ഉദാഹരണത്തിന് قد سمع الله, അള്ളാഹു കേട്ടിട്ടുണ്ട്. قول التي تجادلك في زوجها, ഓ നബിയെ, താങ്കളോട് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ സംസാരിക്കുന്ന ആ സ്ത്രീയും അവരുടെ ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ആ ഭർത്താവ് അവരോടൊരു മുൽമ ചെയ്തു. ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സംസാരിച്ചു.
അള്ളാഹു പറഞ്ഞു ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ താങ്കളോട് സംസാരിക്കുന്ന ആ സ്ത്രീയുടെ വാക്ക് അള്ളാഹു കേട്ടിട്ടുണ്ട്. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങളുടെ തഹാവുർ സംസാരം സംഭാഷണം അള്ളാഹു കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്. നോക്കൂ, അള്ളാഹു കേൾക്കുന്നു എന്ന കാര്യം ഒരേ ആയത്തിൽ 3 തവണ അള്ളാഹു ആവർത്തിക്കുകയുണ്ടായി. എന്നതുപോലെ എത്ര എത്ര ആയത്തുകൾ അവന്റെ സിഫാത്തുകൾ പറഞ്ഞിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ സ്വർഗത്തിലെ ഭക്ഷണവും അവിടുത്തെ പാനീയവും അത് പറഞ്ഞതിനേക്കാൾ അള്ളാഹു അവന്റെ അസ്മാ, അവന്റെ സിഫാത്ത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നീ അതിലൂടെ നിന്റെ റബ്ബിനെ മനസ്സിലാക്കാനാണ്. ആരെങ്കിലും തന്റെ റബ്ബിനെ അവന്റെ പേരുകളിലൂടെ അവന്റെ സിഫാത്തിലൂടെ മനസ്സിലാക്കിയാൽ അഹബ്ബഹു ലാ മഹാല, ഒരു തടസ്സവുമില്ല, ഒരു സംശയവുമില്ല, അവൻ തന്റെ റബ്ബിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും. നിന്റെ ഏറ്റവും വലിയ മഹ്ബൂബ് അത് നിന്റെ റബ്ബായിരിക്കട്ടെ. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനുകൾ അവർക്ക് ഏറ്റവും ഹുബ്ബുള്ളത് അവരുടെ റബ്ബിനോടാണ്. റബ്ബിനോടുള്ള ഹുബ്ബ് അതൊന്നിനും വേണ്ടിയല്ല, മറ്റെല്ലാവരോടുമുള്ള ഹുബ്ബ് അത് അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും അഫ്ദൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം നമ്മുടെ ജീവനേക്കാൾ, നമ്മെക്കാൾ, നമ്മുടെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതുപോലും ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്, അവന്റെ മാർഗത്തിനാണ്. നാം മുഅ്മിനുകളായ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു ഫില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹമോ അതങ്ങനെയല്ല. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. അതാണ് റബ്ബിനോടുള്ള ഹുബ്ബിന്റെ പ്രത്യേകത. പിന്നെ ഇങ്ങനെ റബ്ബിന് ഇഷ്ടമല്ലാത്ത, അവൻ വെറുക്കുന്ന ഒരു കാര്യം അതിനോട് നിനക്ക് താല്പര്യമുണ്ടാകും. تعصي الإله وأنت تزعم حبه هذا محال في القياس بديع لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. നീ ഇലാഹിനോടുള്ള റബ്ബിനോട് നിനക്ക് സ്നേഹമുണ്ടെന്ന് വാദിക്കുന്നുവോ, നീ അവനെ ധിക്കരിച്ചുകൊണ്ട്? ഇത് രണ്ടും പരസ്പരം യോജിക്കുകയില്ല. നിന്റെ സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ നീ അവനെ അനുസരിച്ചേനെ. കാരണം ഒരുവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ അനുസരിക്കും. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് അത് അവൻ വെറുക്കുന്നത് വെറുക്കാൻ നമ്മെ അതിലേക്ക് എത്തിക്കണം. അള്ളാഹുവിനോടുള്ള ഹുബ്ബ് പരലോകത്തെ രക്ഷപ്പെടുത്താൻ, നമ്മെ രക്ഷപ്പെടുത്താനുള്ള വലിയ കാരണങ്ങളിലൊന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മത സ്സാഅ, അള്ളാഹുവിന്റെ റസൂലേ എപ്പോഴാണ് ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക് വമാ അദത്ത ലദാലിക്, എന്താണ് നീ അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് അറിഞ്ഞിട്ട്, എപ്പോഴാണെന്ന് അറിയുന്നതിനേക്കാൾ നമുക്ക് ഖൈറെന്താണ്? അതിലേക്ക് ഒരുക്കി വെക്കലാണ്, അതിനുവേണ്ടി അമലുകൾ ചെയ്യലാണ്. നീ എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, മാ അഅദതു ലഹാ മിൻ കസീരി സ്വലാത്തിൻ വലാ സിയാമിൻ വലാ സദഖ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു. അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് നിസ്കാരവും നോമ്പുമൊന്നും എന്റെ കയ്യിലില്ല, ഒരുപാടൊന്നും എന്റെ അടുത്തില്ല എന്ന് പറഞ്ഞാൽ ഫർദായ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ ഒരുപാട് എന്റെ കയ്യിലില്ല, ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, പക്ഷെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി മുസ്ലിമീങ്ങളെ ഒന്നാകെ സന്തോഷിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയായിരിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, فما فرحنا بعد الإسلام فرحا أشد من قول النبي صلى الله عليه وسلم فإنك مع من أحببت. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം ഇസ്ലാമിലേക്ക് വന്നിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത്രയും വലിയ സന്തോഷമാണ് ആ വാക്ക് കേട്ടപ്പോൾ ഉണ്ടായത്. നിന്റെ ഹുബ്ബ് ആരോടാണോ നീ അവരുടെ കൂടെ ആയിരിക്കും. നിന്റെ ഹുബ്ബ് നിന്റെ റബ്ബിനോടാണോ നീ അവന്റെ അരികിൽ. عند مليك مقتدر إن المتقين في جنات ونهر في مقعد صدق عند مليك مقتدر. മലീക്കായ മുഖ്തദിറായ നിന്റെ റബ്ബിന്റെ അരികിലായിരിക്കും നിന്റെ സ്ഥാനം ബിഇദ്നില്ലാഹി വതൗഫീഖിഹി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് സന്തോഷം തോന്നി, ഞങ്ങൾക്ക് സന്തോഷം തോന്നി. കാരണം ഫഇന്നി ഉഹിബ്ബുല്ലാഹ് വറസൂലഹു വഅബാ ബക്ർ വഉമർ വഅർജു അൻ അകൂന മഅഹും വഇൻ ലം അഅമൽ ബിഅഅമാലിഹിം. കാരണം ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുന്നു. അവരുടെ കൂടെ ആ ഹുബ്ബ് എന്നെ എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അവരുടെ അത്രയൊന്നും അമൽ എനിക്കില്ലെങ്കിലും. അതുകൊണ്ട് സഹോദര, നിന്റെ ഹുബ്ബ് നിന്റെ റബ്ബിനോടായിരിക്കട്ടെ. എങ്ങനെ നിനക്ക് അവനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? നിനക്കെല്ലാം തന്നിട്ടുള്ള, നിന്നെ കൊണ്ട് അവനൊരു ആവശ്യവുമില്ല, എന്നിട്ട് നിനക്കെല്ലാം നൽകിയിട്ടുള്ള, നിന്റെ ദുആക്കുത്തരം നൽകുന്ന, അതാ നിന്നെ സംരക്ഷിക്കുന്ന, നിനക്കെല്ലാം നൽകുന്ന നിന്റെ റബ്ബിനെ നിനക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കും? സ്നേഹിക്കാൻ കഴിയാതിരിക്കും? അവനാകട്ടെ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാ കമാലും അവന്റേതാണ്. ആകാശ ഭൂമികളുടെ ഖജനാവ് മുഴുവൻ അവന്റേതാണ്. ഭൂമിയും ആകാശവും എല്ലാം അവന്റേതാണ്. സുബ്ഹാനഹു വ തആല. അവനോട് നീ ഹുബ്ബുള്ളവനാവുക. 2, അത് അവനെ നീ ഭയപ്പെടുക. അവനോട് നിനക്ക് ഖൗഫ് ഉണ്ടാവുക, ഖശിയത്ത് ഉണ്ടാവുക. അവന്റെ ശിക്ഷയെ നീ ഭയപ്പെടുക. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. ഓ നബിയെ, എന്റെ അബ്ദുകളെ, എന്റെ അടിമകളെ താങ്കൾ വിവരം അറിയിക്കുക. അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാനാകുന്നു അൽ ഗഫൂർ, ഞാനാകുന്നു അർ റഹീം, ഞാനാണ് ഏറെ പൊറുക്കുന്നവൻ, എല്ലാ റഹ്മത്തും ചൊരിയുന്നവൻ. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ ശിക്ഷ അത് തന്നെയാകുന്നു വേദനയേറിയ ശിക്ഷ എന്നവരെ അറിയിക്കൂ നബിയെ. നീ റബ്ബിനെ ഭയപ്പെടുക. നീ ഭയപ്പെടേണ്ടത് ആളുകളെയല്ല, റബ്ബിനെയാണ്. നീ റബ്ബിനെ യഥാവിധി ഭയപ്പെട്ടാൽ നിനക്ക് ആളുകളെ പേടിക്കേണ്ടി വരികയില്ല. മറിച്ച് അള്ളാഹു ആളുകളുടെ മനസ്സിൽ നിന്നെക്കുറിച്ച് ഹൈബത്തിട്ട് കൊടുക്കും, നിന്നെക്കുറിച്ച് ഗാംഭീര്യം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. അതല്ല, അള്ളാഹുവിനെ നീ അനുസരിക്കുന്നില്ലേ, അള്ളാഹു നിന്നെ നിന്ദനാക്കി കളയും. അള്ളാഹു ഒരുവനെ നിന്ദിച്ചാൽ പിന്നെ അവനെ ആദരിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിനക്ക് അള്ളാഹു എങ്കിൽ ഇക്റാം വേണോ, നീ അവനനുസരിച്ചു കൊള്ളുക. പിന്നെ നീ ആളുകളുടെ കാര്യം നോക്കേണ്ടതില്ല. ആളുകളുടെ കാര്യത്തിൽ നിനക്ക് അള്ളാഹു മതി. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബി, ഓ നബിയെ, ഹസ്ബുകല്ലാഹ്, താങ്കൾക്ക് അള്ളാഹു മതി. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, താങ്കളെ പിൻപറ്റിയ മുഅ്മിനുകൾക്കും അള്ളാഹു മതിയായവനാണ്. അള്ളാഹു മതി. അവരുടെ കാര്യം റബ്ബ് നോക്കിക്കൊള്ളും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തന്റെ അബ്ദായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു മതിയായവനല്ലയോ? അള്ളാഹു മതി. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നോക്കിക്കൊള്ളും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ വയുഖൗവിഫൂനക ബില്ലദീന മിൻ ദൂനിഹി. എന്നാൽ അവരതാ പടപ്പുകളുടെ കാര്യം പറഞ്ഞ് നിന്നെ പേടിപ്പെടുത്താൻ ശ്രമിക്കുന്നു. പേടിക്കരുത്, റബ്ബിനെ പേടിക്കുക. നിനക്ക് ആളുകളെ പേടിക്കേണ്ടി വരികയില്ല. അതുപോലെ സഹോദര, നിന്റെ റബ്ബിന്റെ മുന്നിൽ നീ ലജ്ജയുള്ളവനാവുക. ഏറ്റവും ഹയാഇന്, നിന്റെ ലജ്ജക്ക് അവകാശപ്പെട്ടവൻ ആരാണ്? നിന്റെ റബ്ബാണ്. നമ്മളൊരു വൃത്തികെട്ട വാക്ക് പറയുകയാണെങ്കിൽ, ഒരു മോശം പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണെങ്കിൽ, നഊദു ബില്ലാഹ്, നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മെ ബഹുമാനിക്കുന്ന ആരെങ്കിലും അത് കാണുന്നത് ഇഷ്ടപ്പെടുകയില്ല. ഹയാ ഉണ്ട്, ഹയാ ഖൈറാൻ. അൽ ഹയാഉ ഖൈറുൻ കുല്ലു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹയാ മുഴുവൻ ഖൈറാണ് എന്നാണ്. ആ ഹയാ നിനക്ക് ഏറ്റവും അധികം വേണ്ടത് നിന്റെ റബ്ബിനോടാണ്. നിന്റെ റബ്ബ് കാണുമെന്ന്, റബ്ബ് കാണുന്നുണ്ടെന്ന്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. എന്താണ് സഹോദര നീ ലജ്ജിക്കാത്തത്? അവനോട് നീ ഹയാ ഉള്ളവനായിരിക്കുക. അതുപോലെ സഹോദര നീ ആലോചിക്കുക, നീ സ്നേഹിക്കുന്ന നിന്റെ റബ്ബിന് നിന്നോട് മഹബ്ബത്തുണ്ടോ എന്ന്. അതാ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞ വാക്കായി അള്ളാഹു നമ്മോട് പറഞ്ഞു, വസ്തഗ്ഫിറൂ റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവനോട് പാപമോചനത്തിന് തേടുക. സുമ്മ തൂബൂ ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എന്റെ റബ്ബ് റഹീമാണ്, അവൻ വദൂദാണ്, ഏറെ റഹ്മത്ത് ചൊരിയുന്നവനാണ്, സ്നേഹിക്കുന്നവനാണവൻ. അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവരെ സ്നേഹിക്കുന്നവനാണവൻ. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ അത്ഭുതമാണിത്. പടപ്പുകളായ നമ്മൾ, മിസ്കീനുകളായ, അള്ളാഹുലേക്ക് ഫഖീറുകളായ നമ്മളെല്ലാവരും നമുക്കെല്ലാം ചെയ്തു തരുന്ന റബ്ബിനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഇത് വേണ്ടത് തന്നെയാണ്. നമ്മൾ മിസ്കീനുകളാണ്, നമുക്ക് റബ്ബ് തന്നതല്ലാതെ ഒന്നുമില്ല. റബ്ബ് എടുത്തു മാറ്റാൻ തീരുമാനിച്ചാൽ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ആ റബ്ബിനെ നമ്മൾ മഹബ്ബത്തുണ്ടാവുക, റബ്ബിനോട് ഹുബ്ബുണ്ടാവുക എന്നതിൽ അത്ഭുതമില്ല. എന്നാൽ നിന്നെ കൊണ്ടൊരാവശ്യവുമില്ലാത്ത, നിനക്കിങ്ങോട്ട് ഇഹ്സാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന റബ്ബ് നിന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ അജബാണ്, അത്ഭുതമുള്ള കാര്യമാണ്.
അതുണ്ടോ എന്ന് സഹോദര നീ ആലോചിച്ചു നോക്കുക. അതിനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്ന് നീ ആലോചിച്ചു നോക്കുക. റബ്ബിനെ കുറിച്ച് അവനെ കുറിച്ചുള്ള മഹത്വം നിന്റെ ഖൽബിലുണ്ടായിരിക്കുക. ഈ വക കാര്യങ്ങൾ ഈ ഫിത്നയിൽ നിന്ന്, സ്ത്രീകളുടെ ഫിത്നയിൽ നിന്ന്, എല്ലാ ഫിത്നകളിൽ നിന്നും, ഹറാമുകളിൽ നിന്നും, ഫാഹിഷത്തുകളിൽ നിന്നും അള്ളാഹു ഇത് മുഖേന നമ്മെ രക്ഷിക്കുന്നതാണ്. അതുപോലെ കണ്ണുകൾ താഴ്ത്തുക. അള്ളാഹു പറഞ്ഞു, ഖുൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. ഖുൽ മുഅ്മിനീൻ, ഓ നബിയെ മുഅ്മിനുകളോട് പറയൂ, അവരവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. ذلك أزكى لهم, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അല്ലാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായി കാണുന്നവനാകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതുപോലെ മറ്റ് വേറെ ചില സഹാബിമാരും റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തറാ അഅ്യുനുഹുമുൻ നാർ, മൂന്ന് കൂട്ടം ആളുകൾ അവരുടെ കണ്ണുകൾ നരകത്തിലാവുകയില്ല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഒന്ന് ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, അതിന് നരകം സ്പർശിക്കുകയില്ല. വഐനുൻ ഹറസത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവലിരിക്കുക എന്ന അവസ്ഥ ഏതെങ്കിലും ഒരാൾക്കുണ്ടായാൽ, അല്ലാഹുവിന് വേണ്ടി അയാൾ അത് ചെയ്താൽ, ആ കണ്ണുകളെ, അല്ലാഹുവിന് വേണ്ടി ഉറക്കമടച്ച ആ കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. വഐനുൻ ഗദ്ദത് അൻ മഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിൽ നിന്ന് താഴ്ത്തിയ കണ്ണുകൾ, അതിനെയും നരകം സ്പർശിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അതാണ് നമ്മെ അടുത്ത തെറ്റിലേക്ക് നയിക്കുക. നമ്മൾ നോക്കുന്നു, അത് ഖൽബിൽ ഒരു ചിന്തയുണ്ടാക്കുന്നു, ആ ചിന്ത പിന്നെ വളരുന്നു, അതൊരു തീരുമാനമായി മാറുന്നു, അത് അവസാനം ഹറാമിലേക്ക് എത്തുന്നു. സ്ത്രീകളെ നോക്കുക എന്നത് പുരുഷനെ അവനെ ഷർറിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. അന്യരായ, അവന് മഹ്റമല്ലാത്ത വിവാഹബന്ധം, ഹറാമല്ലാത്ത വിവാഹം കഴിക്കൽ ഹലാലായ സ്ത്രീകൾ, മഹ്റം എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായ സ്ത്രീകൾ, നമ്മുടെ ഉമ്മ, പെൺമക്കൾ, സഹോദരങ്ങളുടെ മക്കൾ പോലെയുള്ള ആളുകൾ, ആ സ്ത്രീകൾ അവർ മഹ്റമുകളാണ്. അതല്ലാത്ത സ്ത്രീകൾ അവർ നോക്കുക എന്നത് നമ്മുടെ ഖൽബ് വളരെ മോശമാക്കും. അതുപോലെ തന്നെയാണ് സ്ത്രീകളെ നോക്കുക എന്നതുപോലെ തന്നെയാണ്, അല്ല ചില സന്ദർഭത്തിൽ അതിനേക്കാളും അശദ്ധാണ്, കടുത്തതാണ് അമ്രദുകൾ, അല്ലെങ്കിൽ മുർദാൻ എന്ന് പറയപ്പെടുന്ന മീശ പൊടിഞ്ഞിട്ടുള്ള, താടി വളരാത്ത, സൗന്ദര്യമുള്ള ചെറിയ കുട്ടികൾ, ആൺകുട്ടികൾ. അവർ സ്ത്രീകളെ പോലെയാണ് അവരുടെ പ്രകൃതം. അതിനേക്കാളും ഫിത്ന ഉണ്ടാക്കും. അവരെ ഒരാൾ മോശമായ രീതിയിൽ നോക്കുക എന്നത് വളരെ കടുത്ത തെറ്റാണ്. സ്ത്രീകളെ നോക്കുന്നതിനേക്കാളും ചില സന്ദർഭത്തിൽ അതിന് കടുപ്പമേറും. കാരണം അത് കൊണ്ടെത്തിക്കുക വ്യഭിചാരത്തെക്കാൾ, ജിനയേക്കാൾ മോശമായ സ്വർഗരതി എന്ന തിന്മയിലേക്കാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അത് ചെയ്ത ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ ശിക്ഷിച്ചതുപോലെ ഒരു ഖൗമിനെയും ശിക്ഷിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, ഫഅഖദത്ഹുമുസ് സൈഹതു മുശ്രിഖീൻ ഫജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽമുതവസ്സിമീൻ. അള്ളാഹു അവർക്ക് നേരെ ഒരു സൈഹ, ഘോരമായ ഒരു ശബ്ദമയച്ചു. അതുപോലെ അവരെ അള്ളാഹു ഉയർത്തി. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ നാട് ഒന്നാകെ അള്ളാഹു മുകളിലേക്ക് ഉയർത്തുകയുണ്ടായി. എന്നിട്ട് ആ നാട്ടിലുണ്ടായിരുന്ന അവരുടെ നാട്ടിലുണ്ടായിരുന്ന നായ്ക്കളുടെ കുരയും മറ്റും ആകാശത്തുള്ള മലക്കുകൾ കേൾക്കുമാറും ആ നാടിനെ ഒന്നാകെ അള്ളാഹു അടർത്തിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് അത് മുഖം തിരിച്ച്, അതിനെ തലതിരിച്ച് താഴേക്ക് അള്ളാഹു വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു അവർക്ക് മുകളിൽ ചരൽ കല്ലുകൾ വർഷിക്കുകയും ചെയ്തു. അവരുടെ മുകളിലുള്ള ഭാഗം ഞാൻ താഴ്ഭാഗമാക്കി കളഞ്ഞു എന്നല്ലാഹു പറഞ്ഞു. ഇത്രയും കടുത്ത ശിക്ഷ അള്ളാഹു മറ്റൊരു കൂട്ടരെയും ശിക്ഷിച്ചിട്ടില്ല എന്നാണ്. ഇസ്ലാമിൽ അവർക്കുള്ള ശിക്ഷയും അങ്ങനെ തന്നെയാണ്. വിവാഹിതനാകട്ടെ അവിവാഹിതനാകട്ടെ സ്വർഗരതിയിൽ ഏർപ്പെടുന്നവരെ ഇസ്ലാമിക ഭരണകൂടം കൊന്നുകളയും. അത് നോക്കൂ, വളരെ കടുത്ത തെറ്റാണ്. സ്ത്രീകളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവരെ നോക്കുക, തൊടുക,
അവരോട് മോശമായി സംസാരിക്കുക എന്നതുപോലെയുള്ളത് ഇത്തരത്തിലുള്ള സൗന്ദര്യമുള്ള കുട്ടികളുമായി ആ രൂപത്തിൽ ഒരാൾ ചെയ്താൽ അത് ഇതുപോലെയാണ്, അല്ല അതിനേക്കാളും കടുത്തതാണെന്ന് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് അവരൊക്കെ ഈ വിഷയം വളരെയധികം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ണുകൾ താഴ്ത്തുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, അവനിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മഹത്തായ മാർഗം അള്ളാഹുവിന്റെ സുന്നത്തുൻ കൗനിയത്തുൻ ശറഈയ, മതപരമായി അവൻ തീരുമാനിച്ചിട്ടുള്ള മനുഷ്യർക്കിടയിലുള്ള നടപടിക്രമം. അതുപോലെ കൗനിയായി പ്രാപഞ്ചികമായി അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അന്നിക്കാഹ്, വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളല്ലാത്തവരും വിവാഹത്തിൽ ഏർപ്പെടുന്നത്. അവർ വിവാഹിതരായാൽ, അവരുടെ ആചാരപ്രകാരം വിവാഹിതരായാൽ മുസ്ലിം ഉമ്മത്ത് അവരെ എന്തായിട്ടാണ് പരിഗണിക്കുക? വിവാഹിതരായിട്ടാണ്, ഭാര്യയും ഭർത്താവുമായിട്ടാണ് പരിഗണിക്കുക. അവരുടെ മക്കളെ ഒരിക്കലും മുസ്ലിം ഉമ്മ എന്തു പറയുകയില്ല, മോശമായി വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടികളാണെന്ന് പറയുകയില്ല, ഉപ്പാക്കും ഉമ്മാക്കും ജനിച്ച കുട്ടികളായിട്ടാണ് പറയുക. എന്തുകൊണ്ട്? അവർ വിവാഹിതരായി എന്നതുകൊണ്ട്. അവരുടെ ദീനിലുള്ള വിവാഹം പോലും മുസ്ലിമീങ്ങൾ വിവാഹമായി അംഗീകരിക്കുന്നു. കാരണം വിവാഹം എന്ന് പറയുന്നത് സുന്നത്തുല്ലാഹി കൗനിയ്യ വ ശറഈയ, ദീനിലുള്ള ഒരു നടപടിക്രമമാണ്. അതുപോലെ പ്രാപഞ്ചികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരെ വിളിച്ചു പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ് വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ. ഓ യുവാക്കളെ, നിങ്ങളിൽ ആർക്കാണോ ബാഅ അഥവാ ശാരീരികമായ പ്രാപ്തി എത്തിയിട്ടുള്ളത്, ശാരീരികമായ പ്രാപ്തിയാണ് ബാഅ എന്ന് പറഞ്ഞാൽ, ലൈംഗിക ശേഷിയാണ് ബാഅ എന്ന് പറഞ്ഞാൽ, അല്ലാതെ പൈസക്കാരനാവുക എന്നല്ല അതിന്റെ അർത്ഥം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണ്. അങ്ങനെ എത്തിയവർ വിവാഹം ചെയ്യട്ടെ, അതിന് സാധിക്കാത്തവർ അവർ നോമ്പെടുത്തുകൊള്ളട്ടെ. അത് അവന്റെ കണ്ണുകളെ താഴ്ത്താൻ, വിവാഹം അവന്റെ കണ്ണുകളെ താഴ്ത്താൻ, ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കാൻ സഹായിക്കും. കഴിയാത്തവർ നോമ്പെടുക്കട്ടെ, അത് അവനെ ഹറാമുകളിൽ നിന്ന് തടയും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ അംബിയാ മുഴുവൻ വിവാഹിതരായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ الطيب والنساء وجعلت قرة عيني في الصلاة. ഹുബ്ബിബ ഇലയ്യ الطيب والنساء, സുഗന്ധവും സ്ത്രീകളും അല്ലാഹു എനിക്ക് പ്രിയപ്പെട്ടതാക്കി തന്നിരിക്കുന്നു. മനുഷ്യന്റെ പ്രകൃതമാണത്, അവന് സ്ത്രീകളോട് ഇഷ്ടമുണ്ടാവുക എന്നത്. അത് ശറഈയായ മാർഗത്തിൽ അവൻ ഉപയോഗിച്ചാൽ അത് ഖൈറാണ്, അത് നല്ല കാര്യമാണ്. ശറഈയായ മാർഗത്തിൽ അതല്ല, ഹറാമിലേക്ക് പോയാൽ അത് ഏറ്റവും മോശവുമാണ്. ഹുബ്ബിബ ഇലയ്യ, എനിക്ക് അല്ലാഹു ഇഷ്ടമുള്ളതാക്കി തന്നിരിക്കുന്നു, സ്ത്രീകളെയും അതുപോലെ സുഗന്ധവും. വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, എന്റെ കൺകുളിർമ അല്ലാഹു നിസ്കാരമാക്കി തന്നിരിക്കുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുന്നിലുള്ള സുജൂദുകൾ, അവനു വേണ്ടി ചെയ്യുന്ന റുകൂഉകൾ, അവനെ ഓർത്തുള്ള അതാ നിസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഖുറത്തു ഐൻ, കൺകുളിർമയാക്കി കൊടുത്തിട്ടുണ്ട്. ഇബാദത്തുകൾ നമുക്ക് കൺകുളിർമയാണ്, ഇബാദത്തുകൾ നമുക്ക് ഭാരമല്ല. ഇബാദത്തുകൾ ഭാരമായാൽ നമ്മൾ മനസ്സിലാക്കുക നമുക്കെവിടെയോ തെറ്റിയിരിക്കുന്നു, ഖൽബിന് കേടുവന്നിരിക്കുന്നു. ഇബാദത്ത് ഭാരമാവരുത്, മറിച്ച് ഇബാദത്ത് നിനക്ക് ആശ്വാസമാണ്, നിന്റെ റബ്ബുമായുള്ള ബന്ധമാണത്. സലാ എന്ന വാക്ക് തന്നെ സില എന്ന വാക്കിൽ നിന്നാണ്, ബന്ധം എന്ന വാക്കാണത്. നിന്റെ റബ്ബുമായുള്ള നിന്റെ സിലത്താകുന്നു നിന്റെ സലാഹ്, നിന്റെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ അവിടുത്തെ സുന്നത്തായി പഠിപ്പിച്ചിരിക്കുന്നു. എത്ര കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്, അവരവരുടെ മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല. അവരെ വിവാഹം കഴിച്ചേക്കാൻ അവരുടെ മാതാപിതാക്കളോ ഉത്തരവാദിത്തപ്പെട്ടവരോ ചിന്തിക്കുന്നു പോലുമില്ല, അതിനാലോചിക്കുന്നില്ല. ആരെങ്കിലും തയ്യാറായാൽ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. അവരോട് നിനക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞ് വൈകിപ്പിച്ച് കൊണ്ടുപോകുന്നു. എത്ര വലിയ ദുൽമാണ് ചെയ്യുന്നത്. പഠിപ്പിക്കുകയാണത്രേ, കുട്ടികളാണത്ര ഇവരൊക്കെ. എന്നോ പ്രായപൂർത്തിയായിട്ടുണ്ട് ആണിനും പെണ്ണിനും, എന്നിട്ട് അവരതാ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് അവരുടെ ശരീരത്തിൽ അവരുടെ പ്രകൃതിയിൽ വെച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ ഹറാമായ മാർഗത്തിൽ തീർത്തുകൊണ്ട് അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നൊരിക്കലും
രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക്, പ്രായമുള്ളവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ റഈയ, നമ്മുടെ കീഴിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ മറുപടി പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഈയതിഹി. നിങ്ങളെല്ലാവരും റാഇൻ, ഭരണാധികാരികളാണ്. നിങ്ങളെല്ലാവരും തങ്ങളുടെ കീഴിലുള്ള റഈയത്തിനെ കുറിച്ച്, തങ്ങളുടെ പ്രജകളെ കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. എല്ലാവർക്കും അവരുടെ കീഴിൽ ആളുകളുണ്ട്. അവരുടെ ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ മുന്നിൽ, അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് നമ്മൾ പേടിക്കേണ്ടി വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിൽമുസ്ലിമീന അജ്മഈന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് സാധിക്കാത്തവർക്ക് അതൊരു ശാശ്വത പരിഹാരമല്ല, എന്നാൽ അത് താൽക്കാലിക പരിഹാരമാണ്. സൗം, നോമ്പ് എന്നത്. കാരണം ഭക്ഷണം അത് കുറയ്ക്കുക എന്നത് ശഹ്വ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ കുറക്കും. അത് ശൈത്താന്റെ സഞ്ചാരം ഇടുക്കിക്കളയും. ശരീരത്തിലുള്ള ശൈത്താന്റെ സഞ്ചാരം, കൽബിലുള്ള അവന്റെ സ്വാധീനം കുറക്കും. നോമ്പിന്റെ മഹത്തായ ശ്രേഷ്ഠതകളിൽപ്പെട്ട ഒന്നാണ്. ഫിത്നകളിൽ നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശർറിൽ നിന്ന്. അവരെല്ലാം ശർറാണ് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അദ്ദുനിയ കുല്ലുഹാ മതാ. ദുനിയാവ് മുഴുവൻ നിനക്ക് അനുഭവിക്കാനുള്ള വിഭവങ്ങളാണ്. ദുനിയാവ് മുഴുവൻ മതാഅൻ, വിഭവങ്ങളാണ്. അത് തീർന്നു പോകുന്ന വിഭവമാണ്. എന്നാൽ ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സാലിഹ. ദുനിയാവിൽ ഏറ്റവും ഖൈറായ മതാഅ എന്താണ്? അൽ മർഅതു സാലിഹ. സാലിഹത്തായ ഒരു പെണ്ണാണ്. നീ നോക്കിയാൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന, നീ കൽപ്പിച്ചാൽ നിന്നെ അനുസരിക്കുന്ന, നീ അവളെ വിട്ടുപോയാൽ സൂക്ഷിക്കേണ്ടതെല്ലാം സൂക്ഷിക്കുന്ന, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു പെണ്ണ്. അത് ദുനിയാവിലെ വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. എന്നാൽ അവർ കാരണം എന്താണ്? അടുത്ത തലമുറ അവരുടെ കൈകളിലാണ്. അടുത്ത തലമുറ മുസ്ലിം ഉമ്മ, കുട്ടികൾ അവരുടെ കയ്യിലാണ്, അവരുടെ തർബീയത്തിലാണ്. അതുകൊണ്ടാണ് പല ഉലമാക്കളും പറയാറുള്ളത്, കുട്ടികളോടുള്ള ബാധ്യത, നിന്റെ മക്കളോടുള്ള ബാധ്യത നീ നിന്റെ ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്താണ് തുടങ്ങുന്നത്. കുട്ടികളോടുള്ള ബാധ്യത എപ്പോഴാണ്? കുട്ടി ജനിച്ചാലല്ല, കുട്ടിക്ക് വയസ്സായി തുടങ്ങിയാലല്ല. നിന്റെ വിവാഹത്തിന് മുമ്പ് നിന്റെ മക്കളോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്താണത്? നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കുക. കാരണം അവളാണ് നിന്റെ കുട്ടിയെ വളർത്തേണ്ടത്. അവളുടെ കയ്യിലാണ് നിന്റെ കുട്ടി, നിന്റെ കയ്യിലല്ല. നിന്റെ കുട്ടിയുള്ള വലിയ സ്വാധീനം അത് ഉമ്മയുടെ സ്വാധീനമാണ്, സംശയമില്ല. അതവിടെ വെച്ച് തുടങ്ങുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലമാക്കൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിദീനിഹാ വലിഹസബിഹാ ഫദ്ഫർ ബിദാതി الدين തരിബത യദാക്. പെണ്ണ് 4 കാര്യങ്ങൾക്ക് വിവാഹം ചെയ്യപ്പെടുന്നു. അവളുടെ സമ്പത്തിന്, അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ, അവളുടെ സമ്പത്തിന്റെ പേരിൽ, അവളുടെ തറവാടിന്റെ പേരിൽ, അവളുടെ ദീനിന്റെ പേരിൽ. ഈ 4ഉം ഒരാൾക്ക് പരിഗണിക്കൽ അനുവദനീയമാണ്, സംശയമില്ല. ഈ 4 കാര്യങ്ങൾ ഒരാൾക്ക് പരിഗണിക്കാൻ വിവാഹം ചെയ്യുമ്പോൾ. പക്ഷേ ബാക്കി പറഞ്ഞ 3ഉം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, ദീനില്ലാതെ പോകരുത്. നീ ദീനുള്ളവളെ കൊണ്ട് അവളെ നീ നേടിയെടുക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വാക്കാണ്. അതുപോലെ സഹോദരങ്ങളെ, നമുക്ക് ഈ ശർറിൽ നിന്ന്, സ്ത്രീകളുടെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് മോശമായ ആളുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, വൃത്തികെട്ട കൂട്ടുകാരിൽ നിന്ന് ഒഴിവാകുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഥലുൽ ജലീസിസ് സാലിഹി വൽ ജലീസിസ് സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. മഹാനായ സഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണ്. നല്ല കൂട്ടുകാരന്റെയും മോശം കൂട്ടുകാരന്റെയും ഉദാഹരണം അതാ ഹാമിലുൽ മിസ്ക്, കസ്തൂരി വിൽക്കുന്ന ഒരാൾ, അത് കൊണ്ട് നടക്കുന്ന ഒരാൾ, അതാണ് നല്ല കൂട്ടുകാരൻ. എന്തെങ്കിലും ഒരു ഖൈർ നിനക്ക് അവനിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. ഒന്നുകിൽ അവൻ ആ സുഗന്ധം നിനക്ക് വെറുതെ തരും, അല്ലെങ്കിൽ നിനക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അതുമല്ലെങ്കിൽ അവനൊന്ന് പുരട്ടിത്തരും.
അതും തന്നില്ലെങ്കിൽ അവിടെ നിന്നാൽ നല്ല സുഗന്ധമെങ്കിലും എന്തെങ്കിലും ഒരു ഖൈർ നിനക്ക് ഉണ്ടാകാതിരിക്കുകയില്ല. മോശം കൂട്ടുകാരന്റെ ഉദാഹരണം ഒരു കൊല്ലന്റെ അടുത്ത് ചെന്നതുപോലെയാണ്. കൊല്ലന്റെ ആലയിൽ ചെന്നാൽ അതിന്റെ തീപാറി നിന്റെ വസ്ത്രവും ശരീരവും ചിലപ്പോൾ പൊള്ളി അത് തുള വന്നേക്കാം, നശിച്ചു പോയേക്കാം, അതല്ലെങ്കിൽ പുക ഉണ്ടായേക്കാം. ഒന്നുമല്ലെങ്കിൽ ഒരു മോശം ദുർഗന്ധമെങ്കിലും അവിടെ പോയാൽ നിനക്കുണ്ടാകും എന്നതുപോലെയാണ് മോശം കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവന്റെ ഖലീലിന്റെ ദീനിലായിരിക്കും, അവന്റെ അടുത്ത കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവരാരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കിക്കൊള്ളട്ടെ. വൃത്തികേടിന്റെ ആളുകൾ, വൃത്തികെട്ടത് നമ്മെ കാണിക്കുന്ന ആളുകൾ, അത് നമ്മോട് സംസാരിക്കുന്ന ആളുകൾ, അതിലേക്ക് പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ, എത്ര ചെറുപ്പക്കാരുണ്ട് നല്ല നല്ല ആളുകളായി നടന്നു കാണും. പക്ഷേ അവരൊന്ന് മോശമായ കൂട്ടുകാരുമായി അല്പം നടന്നിട്ടുണ്ടാകും. അതാ അവനവന്റെ ദീൻ മറന്നു പോകുന്നു, അവൻ ഹറാമുകളിൽ ചെന്ന് ചാടുന്നു, അള്ളാഹു അവനെ കൈവിട്ടിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാൻ. നല്ലതിന് പകരം മോശമായത് തെരഞ്ഞെടുക്കുക എന്നത് എത്ര വലിയ ദൗർഭാഗ്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ ഫിത്നയുടെ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂഖ്, അങ്ങാടിയിൽ അവിടെ ആദ്യം കയറുന്നവരും അവസാനം ഇറങ്ങുന്നവരും നീയാകരുത് എന്ന് പറഞ്ഞു. വഴിയോരങ്ങളിൽ ഇരിക്കുന്നത് വളരെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെന്താണ്, ആണും പെണ്ണുമൊക്കെ കൂടിക്കലർന്ന സ്ഥലങ്ങളുടെ ഫിത്ന എത്ര വലുതായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. ആണും പെണ്ണും കൂടിക്കലർന്ന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതെല്ലാം സഹോദരങ്ങളെ ഈ ഹറാമിലേക്ക് നമ്മെ എത്തിക്കുന്ന, മുസ്ലിം ഉമ്മത്തിന്റെ അവരുടെ സഖാഫ, അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കുന്ന, അവരുടെ ദീൻ നശിപ്പിക്കുന്ന, സിനയിലേക്ക് അവരെത്തിക്കുന്ന കാര്യങ്ങളാണ്. വളരെയധികം നമ്മൾ സൂക്ഷിക്കുക. ഈ ദുനിയാവ് എത്ര നമ്മൾ നേടിയെടുത്തിട്ടെന്ത് കാര്യം? നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും അവർ ദീനില്ലാത്ത ഫാസിക്കുകളായി മാറിയിട്ട് എന്ത് നമുക്ക് ദുനിയാവിന്റെ ഏത് വിദ്യാഭ്യാസം, ഏത് പൈസ നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? ചിന്തിച്ചു നോക്കൂ. നമ്മൾ ചില ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാ ആളുകളും അവര് ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിർത്തിയാൽ എന്ത് സംഭവിക്കും? മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ അക്ഷരമറിയാത്ത ആളുകളായി മാറുകയില്ലേ? തിരിച്ചൊന്ന് ചോദിക്കട്ടെ, എല്ലാ മുസ്ലിമീങ്ങളും ഈ മുഖ്തലഫായ ആണും പെണ്ണും കൂടിക്കലർന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവരുടെ കുട്ടികളെ ഒഴിച്ചു നിർത്തിയാൽ, മാറ്റി നിർത്തിയാൽ എന്ത് സംഭവിക്കും? നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാകും. അതാണ് ഉണ്ടാവുക. മുസ്ലിം ഉമ്മത്തിന് പണമില്ലാഞ്ഞിട്ടാണോ? അവർക്ക് ഉണ്ടാക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല നമുക്കറിയാമല്ലോ എത്ര സ്ഥാപനങ്ങളുണ്ട് മുസ്ലിമീങ്ങൾ നടത്തുന്നത്. ചെറിയ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഉള്ള സ്ഥാപനങ്ങൾ എത്ര മുസ്ലിമീങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. അതിനാണ് മുസ്ലിം ഉമ്മത്തിനെ നമ്മൾ അതിലേക്കാണ് നയിക്കേണ്ടത്. അവരോട് അതാണ് പറയേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സമയം അത് അള്ളാഹുവിന്റെ താഅത്തിൽ ഉപയോഗിക്കുക. വേണ്ടാത്ത ആലോചനകൾ നമുക്ക് വരിക വെറുതെ ഇരിക്കുമ്പോഴാണ്. വെറുതെ ഇരിക്കുമ്പോൾ, ഒരു പണിയില്ലാതെ ഇരിക്കുമ്പോൾ, അവന്റെ ദീനിനോ അല്ലെങ്കിൽ അവന്റെ ദുനിയാവിനോ ഒരു ഉപകാരവും ഇല്ലാത്ത നിലക്കൊരുത്തൻ വെറുതെ ഇരിക്കുമ്പോൾ അവന്റെ ഖൽബ് ശൈത്താന്റെ പണിസ്ഥലമായി മാറും. ശൈത്താൻ അവിടെ പണിയെടുക്കും. അത് പാടില്ല. നമ്മുടെ സമയം മുഴുവൻ അല്ലാഹുവിന്റെ താഅത്തിൽ, അവനനുസരിക്കുന്ന പ്രവൃത്തിയിൽ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ചിന്തകൾ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും വെറുതെ ഇരുന്നാൽ. അങ്ങനെയുള്ള മോശം ചിന്തകളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ അതിന്റെ ഉദാഹരണം എന്താണെന്ന് അറിയുമോ? മോശമായ ചിന്തകളുടെ ഉദാഹരണം, നീ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു വഴിയാത്രക്കാരൻ ഇങ്ങനെ പോകുന്നു. അവിടെ നീ ഇരുന്നാൽ ആ പോകുന്ന ആളങ്ങനെ പോയിക്കോളും. അതേസമയം നീ അവിടുന്ന് അവനെ കൈകൊട്ടി വിളിച്ചാലോ നിന്റെ കൂടെ വന്നിരിക്കും. എന്നതുപോലെയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ. അതിങ്ങനെ വന്നു പോകും. സ്വാഭാവികമാണ്, മനുഷ്യരാണ്. അതങ്ങ് പോയിക്കോട്ടെ, വന്നത് പോയിക്കോട്ടെ. അതിനെ വിളിച്ചടുത്തിരുത്തരുത്, അതിനെക്കുറിച്ച് ആലോചിക്കരുത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ ദുനിയാവിന്റെ തുച്ഛമായ സുഖമാണ് നമ്മെ പലരെയും ഫിത്നയിലാക്കി കളയുന്നത്. പരലോകത്ത് അല്ലാഹു വെച്ചിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ഒരിക്കലും തീർന്നു പോകാത്ത ഏറ്റവും ഹൈറായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതാണ് അവന്റെ സ്വർഗം. അതാണ് ഏറ്റവും ഹൈർ, എന്നെന്നും ബാക്കിയാകുന്നത്. അവിടെ പ്രവേശിച്ചവർക്ക് പിന്നെ മരണമില്ല. അവരുടെ യൗവനം നശിച്ചു പോവുകയില്ല. അവരുടെ സന്തോഷം പോവുകയില്ല.
ആരും അവരെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയില്ല. മറിച്ചവർ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിസുന്ദരമായ പച്ച നിറത്തിലുള്ള, കറുപ്പിലേക്ക് കലർന്ന പച്ച നിറത്തിലുള്ള അതീവ സുന്ദരമായ തോട്ടങ്ങൾ, കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തുകൂടെ ഒഴുകുന്ന അരുവികൾ, അതിസുന്ദരികളായ ഇണകൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കവിടെ ഒരുക്കി വച്ചിരിക്കുന്നു. ദുനിയാവിലുള്ള സ്ത്രീകൾക്കുള്ള യാതൊരു പോരായ്മയുമില്ല. എന്നാൽ അവരെക്കാളും സൗന്ദര്യം കൊണ്ടും അവരുടെ പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ടും അവരുടെ ഇണകളെ സന്തോഷിപ്പിക്കുന്ന ഹൂറുൻ ഐൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ എത്ര സ്ഥലങ്ങളിൽ മുഅ്മിനുകളെ നമുക്ക് വേണ്ടി നമ്മെ ആഗ്രഹിപ്പിക്കുന്ന രൂപത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. ആഖിറത്തിലെ നഈം ഓർക്കുക. അല്ലാഹു പറഞ്ഞ കിതാബിലെ കാര്യങ്ങൾ ആര് പരിഹസിച്ചാലും ശരി, ഇന്ന് ചില കുഫാറുകൾക്ക് സ്വർഗത്തിലെ കാര്യങ്ങൾ, സ്വർഗത്തിൽ അല്ലാഹു ഉണ്ടെന്ന് പറഞ്ഞ സുഖങ്ങൾ, അതിനെ പരിഹസിക്കുക എന്നത് അവരുടെ ശീലമായി മാറിയിരിക്കുന്നു. നമുക്കവരോട് പറയാനുള്ളത്, നീ പരിഹസിക്കുന്ന സ്വർഗത്തിലെ സുഖങ്ങൾ മാത്രമല്ല അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ കുഫറിൽ തന്നെയായി നീ മരിച്ചാൽ നിന്നെ കരിച്ചു കത്തിച്ചു കളയുന്ന നരകവും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. മറക്കരുത് നീ. നമ്മൾ ഓർക്കുക അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ ജന്നാത്തിലെ സുഖങ്ങളെ. അല്ലാഹു ആ ജന്നാത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അതാണ് വലുതെന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. നശ്വരമായി ഈ ദുനിയാവിന് വേണ്ടി നമ്മളത് കളഞ്ഞു കുളിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ അതാ പല സഹോദരങ്ങളും ഈ വിഷയത്തിൽ അവർ അലംഭാവം കാണിക്കുന്നു, മോശമായ നിലക്ക് അവർ പെരുമാറുന്നു. പല സഹോദരങ്ങളും അവരുടെ ജോലിക്ക് നിയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. അവരുടെ കടകളിൽ, അവരുടെ റിസപ്ഷനിലും സാധനം വിൽക്കുന്ന സ്ഥലത്തുമൊക്കെ സ്ത്രീകളെ ജോലിക്കാരായി വെച്ചിരിക്കുന്നു. ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ എന്തിനാണ്? ചെറിയ ശമ്പളത്തിന് കിട്ടണമെങ്കിൽ അവരെ വെച്ചാൽ മതി എന്നതുകൊണ്ടാണ്. ആണുങ്ങളെ കിട്ടണമെങ്കിൽ കുറച്ച് അധികം കൊടുക്കണം അവർ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അധിക കാലം നിൽക്കില്ല, അവർ പോയി കളയും എന്നതുകൊണ്ടതാ തികച്ചും ഹറാമായ രൂപത്തിൽ അവരെ വെച്ചിരിക്കുന്നു. അന്യരായ പുരുഷന്മാരവിടെ കയറി വരുന്നു, ഇവരോടാണ് സംസാരിക്കുന്നത്, ഇവരോടാണ് പെരുമാറുന്നത്. ഇതൊക്കെ ആരുടെ ചെലവിനാണ്? ആരുടെ സ്ഥലത്താണ്? മുസ്ലിമീങ്ങളായ പല സഹോദരങ്ങളുടെയും ചെലവിൽ. സഹോദരങ്ങളെ, പാടില്ലാത്തതാണ്. സ്ത്രീകൾക്ക് മാത്രമുള്ള വല്ല സ്ഥലമാണോ? സ്ത്രീകളുടെ കാര്യങ്ങൾ മാത്രം വിൽക്കുന്ന, അവർ മാത്രം വന്നു പോകുന്ന കടയാണോ നമ്മുടേത്? അവരുടെ സാധനങ്ങൾ മാത്രം വിൽക്കുന്ന സ്ഥലമാണോ? ശരി, നമുക്ക് അവരെ സ്ത്രീകളെ നിർത്താം, സ്ത്രീകളെയാണ് നിർത്തേണ്ടതും. എന്നാൽ ഇത് പാടുണ്ടോ? ഒരിക്കലും പാടില്ല. എന്താണ് ദുനിയാവ് നമ്മെ പിടിച്ചു വലിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പാലിക്കുന്നതിലാണ് എല്ലാ ബറക്കത്തും എല്ലാ ഖൈറും ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു ഹറാമാക്കിയ ഒരു മാർഗത്തിലൂടെ നേടുന്ന ഒരു ലാഭവും ലാഭമല്ല. ആ ലാഭത്തിന് ബറക്കത്തില്ല, അത് നമുക്ക് നിലനിൽക്കുകയില്ല. ആ പൈസ എങ്ങനെയാണ് നമുക്ക് തിന്നാൻ കൊള്ളുക? നമ്മുടെ മക്കൾ എങ്ങനെയാണ് അതിൽ ജീവിക്കാൻ യോജിക്കുക? ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിലേക്കും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر لنا وارحمنا. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم مزق ملك الكافرين. اللهم اجعل المسلمين أئمة واجعلهم الوارثين. وصلى الله وسلم على نبينا محمد. الله أكبر.